നമസ്കാരം. കൂത്തുപറമ്പുകാരനായ പുഷ്പൻ, സഖാവ് പുഷ്പൻ, അയാൾ ജീവച്ഛവം പോലെ കട്ടിൽ കിടന്ന സമയമത്രയും ഒരു അനുഷ്ഠാനം പോലെ ഓരോ നിശ്ചിത ഇടവേളയിലും കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തിൻ്റെ കട്ടിലിന് ചുറ്റും നിന്ന് അദ്ദേഹത്തിനോട് തന്നെയായിട്ട് പാടുമായിരുന്നു, ചോദിക്കുമായിരുന്നു, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന്. കുറേ നാൾ മുമ്പ് ഈ പുഷ്പൻ മരിച്ചുപോയി. അതിനുശേഷം ഇപ്പോൾ നാട്ടിലെ ക്ഷേത്രാങ്കണത്തിൽ കയറിയിട്ടാണ് അവിടെ ഗാനമേളയും മറ്റുമൊക്കെ നടത്തിയിട്ട് അവിടെ നിന്ന് അവിടുത്തെ ദേവതകളോടായിട്ടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന്. എന്തായാലും സംഗതി വിവാദമായി. ഇതിനകം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കും, 1-2 ദിവസം മുമ്പ് കൊല്ലം കടക്കലിൽ, അവിടെ ചിത്രയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കടക്കലമ്മ ദേവീക്ഷേത്രമാണ്, അവിടെ ഒരു ഗാനമേള, അതായത് അവിടെ തിരുവാതിര ഉത്സവമൊക്കെ നടക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടൊരു ഗാനമേള. അതിൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടുകയും DYFI സിന്ദാബയൊക്കെ. പക്ഷേ അതിൻ്റെ പശ്ചാത്തലമായിട്ട് നേരത്തെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അരിവാൾ ചുറ്റിക നക്ഷത്രവും പിന്നെ അതുപോലെ തന്നെ ചെങ്കൊടിയും മറ്റുമൊക്കെ വന്ന് കടന്നുകൊണ്ട് കമ്മികൾ ഉരുണ്ട് കിടന്ന് കളിക്കുകയാണ്. പാട്ട് പാടിയത് അലോഷി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുക അയാൾ ക്രിസ്ത്യാനി ആയിരിക്കുമെന്ന്, പക്ഷേ രൂപം കാണുമ്പോൾ ഒരു മദ്രസ ഉസ്താദിനെ പോലെയുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നതാണ്. മാത്രമല്ല അയാളുടെ മകൻ്റെ പേര് ഗസ എന്നുമാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ് ഇനം എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അയാളുടെ പേര് അലോഷി, രൂപത്തിൽ ഒരു മദ്രസ ഉസ്താദിനെ പോലെയുണ്ട്. മകന് പോയി പേരിട്ടിരിക്കുന്നത് ഗസയെന്നും, ആൾ കമ്മിയും കൂടെയാണ്. തീർന്ന് മൊത്തത്തിൽ എല്ലാം കംപ്ലീറ്റായി. അപ്പോൾ ആ മനുഷ്യനാണ് പാടിയിരിക്കുന്നത്. അയാൾ പറയുന്നത്, ഞാൻ ഈ പാട്ട് പ്രിപ്പയർ ചെയ്തൊന്നുമല്ല, കാണികൾ പറഞ്ഞപ്പോൾ ഇത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പാടിയെന്നാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒരു ഗാനമേള ട്രൂപ്പുകാരും പാടുന്നൊരു പാട്ടല്ല പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട്. കമ്മികളുടെ തോന്നിയാവസം തന്നെയാണ് അവിടെ കാണിച്ചത്. സാരമില്ല, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതിൻ്റെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കടക്കലിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകൾ ദേശീയത്തിലേക്ക് വന്നിരിക്കുകയാണ്, BJPക്കാരായിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ അലോഷി എന്ന് പറഞ്ഞ ഗായകൻ ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങളിൽ പാടുന്നത് തന്നെയായിരിക്കും നല്ലത്. അത് BJPക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാകുന്ന കാര്യമാണ്. അതിനാൽ ഇനിയും ക്ഷേത്രാങ്കണത്തിൽ പോയിട്ട് പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടണം. പക്ഷേ നാട്ടുകാർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യൻ്റെ കട്ടിൽ ചുറ്റും കിടന്ന് പുഷ്പനെ അറിയാമോ എന്ന് പാടി, മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്ട് കണ്ട ക്ഷേത്രത്തിൻ്റെ എല്ലാം പോയിട്ട് ഇതിങ്ങനെ പാടുന്നത്. ഇവന്മാർക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇവന്മാർ ഈ പേക്കൂത്ത് കണ്ടിട്ട് സഹിക്കാൻ മേലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ BJPയിലേക്ക് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അവരുടെ ചിത്രങ്ങളും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അലോഷി എന്ന് പറഞ്ഞ ഈ മദ്രസ ഉസ്താദിൻ്റെ ലുക്കും മകൻ്റെ പേര് ഗസ എന്നൊക്കെ ഇട്ടിരിക്കുന്ന ഈ ഗസൽ ഗായകൻ ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇതുപോലെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടുക തന്നെ വേണം. കാരണം BJPക്ക് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ അവരിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കും. നല്ല കാര്യമാണ് കേട്ടോ.